ആലുവ റെയിൽ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് ചൂണ്ടി ജംഗ്ഷനിലുള്ള ഹോർമിസ് കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹോർമിസ് കൺവെൻഷൻ സെൻറ്ററിൽ പോകുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുപോലെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച് ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യമാണ് കേട്ടോ. ഏകദേശം നമുക്ക് ഒരു 500ഓളം കാറുകൾ പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുപോലെ നടന്നു പോകുന്ന വഴിക്ക് 2 സ്ഥലങ്ങളിലുമായിട്ട് പൂന്തോട്ടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് ഹോർമിസ് കൺവെൻഷൻ സെൻറ്ററിൽ ഞാൻ എത്തിയത് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. നന്ദിനി ആൻഡ് അഭിലാഷ്, നന്ദിനിയും അഭിലാഷുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് 3-നും 4-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ്. പക്ഷേ ഞാനും മകനും ഒരു 12:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് രക്തസാഗർ കിട്ടിയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവിടെ എത്താനായിട്ട് സാധിച്ചു. അങ്ങനെ മുഹൂർത്ത സമയമായപ്പോൾ നിലവിളക്ക് കൊളുത്തി നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ സമാരംഭിച്ചു. ഏത് പൂജ തുടങ്ങുന്നതിന് മുമ്പും ആദ്യം നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. അവിടുത്തെ അന്ധകാരമെല്ലാം മാറി വെളിച്ചം വരണം, നമ്മുടെ മനസ്സിലും വെളിച്ചം ഉണ്ടാവണം എന്നുള്ളൊരു തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ഏതൊരു പൂജയും ആരംഭിക്കുന്നതിന് മുമ്പ് വിളക്ക് കൊളുത്തും. തുടർന്ന് മഹാഗണപതി പൂജനം. പിന്നീട് നമ്മൾ ഈ ദിവസം പൂജിക്കുന്നത് ലക്ഷ്മി ദേവിയെയാണ്. അതായത് വരൻ്റെ കൂട്ടർ പെണ്ണിന് കൊടുക്കാനുള്ള സാരിയും അഷ്ടമംഗല്യവും ലക്ഷ്മി ദേവിയെ ആവാഹിച്ച് അതിൽ പൂജയും, വധുവിൻ്റെ കൂട്ടുകാർ വരൻ്റെ ദക്ഷിണ, വരന് കൊടുക്കാനുള്ള വരദക്ഷിണയായിരിക്കും വെക്കുന്നത്. തുടർന്ന് നനവലായിരിക്കും ഇതിന് പ്രത്യേകമായിട്ടും നിവേദ്യം ചെയ്യുന്നത്. നിവേദ്യത്തിന് ശേഷം ആരതി ഒഴിയും. ആരതി ഒഴിഞ്ഞതിന് ശേഷം മുതിർന്നവർക്കെല്ലാം വെറ്റില കൊടുക്കുക, അതായത് ദക്ഷിണ കൊടുക്കുക എന്നുള്ളതല്ല, വെറ്റില കൊടുത്ത് അവരിൽ നിന്നും അനുവാദം വാങ്ങിക്കുക. നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അനുവാദം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെറ്റില കൊടുക്കുന്നത്. തുടർന്ന് മുഹൂർത്തം ഉച്ചാരണമാണ്. മുഹൂർത്തം ശുഭമായിട്ട് ഭവിക്കണം. എല്ലാ ദേവതകളും, ആദിത്യാദി നവഗ്രഹങ്ങൾ, ഇഷ്ടദേവൻ, കുലദേവൻ, ഗ്രാമദേവൻ, അങ്ങനെ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ മുഹൂർത്തം ശുഭമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പരസ്പരം തട്ടങ്ങൾ കൈമാറും. നമ്മുടെ ആദ്യ രാത്രിയിൽ പറയുന്ന പോലെ അവർ താലം കൈമാറുമ്പോൾ എന്നുള്ളൊരവസ്ഥ പോലെ ഇവിടെ തട്ടം കൈമാറും. തട്ടം കൈമാറുമ്പോൾ വാഗ്ദാനമാണ് ചെയ്യുന്നത്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളെ നിങ്ങളുടെ മകന് ഞങ്ങൾ കല്യാണം കഴിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് വിവാഹ വാഗ്ദാനം.